ഹലോ ഫ്രണ്ട്സ്, സിമ്പിളായിട്ടുള്ള കേരള സ്റ്റൈൽ മോരുകറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കായം നന്നാക്കിയത് ചേർക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് വെള്ളം, അതായത് കായ്ക്ക് മുളി നിൽക്കുന്ന രീതിയിൽ ആവശ്യത്തിന് വെള്ളവും പിന്നെ നമ്മുടെ രുചിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് വേവിക്കാൻ വയ്ക്കാം. ഈ സമയത്ത് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്തേക്ക് ഒരു പിടി തേങ്ങ, 3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കുക. എന്നിട്ട് വേറൊരു മിക്സിയുടെ ജാറെടുക്കുക, അതിനകത്തേക്ക് ആവശ്യത്തിന് തൈര് ഒഴിക്കുക, എന്നിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമ്മൾ വേവിക്കാൻ വെച്ച കായ നോക്കുക, വെന്തോന്ന് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ച തൈര് ചേർക്കുക. തൈര് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ തിളയ്ക്കാനൊന്നും നിൽക്കരുത്. അത്യാവശ്യം ചൂടാക്കി അത് ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ ഒരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് കടുക്, ഉലുവ പൊട്ടിക്കുക. എന്നിട്ട് അതിനകത്തേക്ക് കറിവേപ്പില ഇടുക. പിന്നെ ഉണക്കമുളകും ചേർത്ത് വഴറ്റി അത് മോരിലേക്ക് ഒഴിക്കുക. ഒഴിച്ചൊന്ന് ഇളക്കി അടച്ച് വയ്ക്കുക. സിമ്പിളായിട്ടുള്ള മോരുകറി റെഡി.